ഹായ്. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളെ കെയർ ബ്രോ ബിജുവാട്ടനും കവിതേച്ചിക്കും ഒരു കുഞ്ഞു കൂടി ജനിച്ചിരിക്കുകയെന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. ബിജുവാട്ട ഉച്ചയ്ക്ക് റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സന്തോഷം കൂടി പങ്കുവെക്കുന്നതാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇന്നലെ രാവിലെ ടെസ്റ്റിന് പോയിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിജുവാട്ടൻ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വീണ്ടും പോയിട്ട് വന്നു. ഇന്നലെ വൈകുന്നേരം ആദ്യം അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ചെറിയ തണുപ്പ് പിടിച്ചിട്ടുണ്ട്. ചെറുതല്ല, കുറച്ച് നല്ലോണം തണുപ്പ് പിടിച്ചിട്ടുണ്ട്. പിന്നെ സൗണ്ട് കേട്ട മാറിയിട്ട് നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവും, സൗണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനതുകൊണ്ട് പോയിട്ടില്ല. പിന്നെ രാവിലെ മെസ്സേജ് അയച്ചു. ഞാൻ ചോദിച്ചു എന്തായി എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എൻ്റെ നെറ്റ് ഓഫ് ആയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ മെസ്സേജ് കണ്ടത്. ഒരു 11 മണി കഴിഞ്ഞപ്പോൾ മെസ്സേജ് കണ്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങോട്ട് പോയില്ല. ഇന്ന് ഇടാൻ എനിക്ക് നമ്മളെ സ്കൂളിൻ്റെ വാർഷികമുണ്ട്. അപ്പോൾ കുട്ടികളെ ഒരു ചെറിയൊരു കോമഡി സ്കിറ്റ് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇതുമായിട്ട് അങ്ങനെ അയിലോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഒരാഴ്ച മുമ്പാണ് എൻ്റെ അനിയത്തി പ്രസവിച്ചത്. അപ്പോൾ നമ്മൾ ഒരു കുടുംബത്തിലേക്ക് ഒരു പുതിയൊരാൾ വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ എത്തുവട്ടം ജനിച്ച സമയത്ത് അതേപോലെയാണ്. ഞാനിങ്ങനെ നോക്കി എൻ്റെ ഫാമിലിയിൽ ഏച്ചിമാർക്കെല്ലാം കുട്ടിയായിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ ഏട്ടൻ്റെ കുട്ടി ആണല്ലോ ആദ്യത്തെ കുട്ടി. അപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്ന് ലേബർ റൂമിൽ കയറ്റിയിട്ട് കുറേ സമയം ഇങ്ങനെ കാത്തുക്കുമല്ലോ നമ്മൾ പുറത്ത്. അപ്പോൾ അന്നേരം ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ബിജുവാട്ടനാണെങ്കിൽ നല്ല ടെൻഷൻ, ഇങ്ങനത്തെ കാര്യമെല്ലാം വരുമ്പോൾ വേഗം അങ്ങനെ ടെൻഷനാവും. എന്നിട്ട് നമ്മളന്നേരം വലിയമേൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് ഇതേപോലെയായിരുന്നു. ബ്ലഡിൻ്റെ ആവശ്യത്തിനും കാര്യങ്ങൾക്കെല്ലാം ഇവിടുന്ന് ആളെല്ലാം കൂട്ടിയിട്ടെല്ലാം പോയത്. അപ്പോൾ അതൊരു എന്താ പറയുക, നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ള സമയമാണ് ഒരു കുട്ടി ജനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കേരള കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞി അതിഥിയും കൂടി വന്നിട്ടാണ് ഉള്ളത്. ആ ഒരു സന്തോഷം കൂടി ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുമായിരുന്നു നിങ്ങളോട്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ബിജുവാട്ടൻ്റെ വീഡിയോസിലും കാര്യങ്ങളോട് വരും. എനിക്കിപ്പം കുട്ടികളവിടെ വന്നിട്ടുണ്ട്. പ്രാക്ടീസിൻ്റെ പരിപാടി കാര്യങ്ങൾ ഈ കോമഡി സ്കിറ്റിൻ്റെ അതിനേക്കും കൂടി പോയി കേട്ടോ. അച്ഛൻ്റെ അവസാന ശ്വാസം വരെ വൃത്തിക്കാകൃതി അത് തിരിയണ്ടേ നമുക്ക് പോയി. വീഡിയോ അമർത്തണ്ട അറിയോ? അവിടെ പോയി പറഞ്ഞാൽ കാര്യം ആ കച്ചറൊക്കെ പോട്ടെ. ആള് വീട്ടിൽ കച്ചറുണ്ട്. അഭിമാനമൊന്നും ഇല്ലെങ്കിൽ നാണം കെടുത്താണെന്നോ നീ ഫുള്ള് കൊളാക്കിട്ട്. ഓക്കെ. അപ്പോൾ രാത്രി നാളെ കളിക്കുന്നതും വീഡിയോ എടുക്കാം. അടിപൊളിയാക്കിട്ട് എടുക്കണേ. വീഡിയോ എടുക്കും. അപ്പോൾ ഇതാണ് നമ്മളെ വാൻശാല. നമ്മളെല്ലാവരും നമ്മുടെ ബിജുവാട്ടനും ഞാനും നമ്മളെല്ലാം ഇടുന്നത് ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് ഫുള്ള് സാധനമെല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടല്ലേ, ഫുൾ പൊടിയാണ്. നിങ്ങൾ കിട്ടോ ഡ്രസ്സെല്ലാം എടുക്കണേ സാധനമല്ലോ. മതി ഇങ്ങനെ. അപ്പോൾ ഇത് പണിയെടുക്കുന്നതുകൊണ്ട് എല്ലാ സാധനമെല്ലാം ഇങ്ങനെ വലിച്ചിട്ടിട്ടല്ലേ. എൻ്റെ ഒരു മേല നമ്മളെ നാടകത്തിൻ്റെ സ്വന്തമായിട്ട് നമുക്ക് കർട്ടനും പരിപാടിയും എല്ലാം ഉണ്ടായിരുന്നു നമ്മളെ നവോദയ കലാസമിതി പാവന്നൂർ. അപ്പോൾ കർട്ടനും സാധനമെല്ലാം കണ്ടോ, ട്രോഫി കാര്യങ്ങളെല്ലാം കിട്ടിയത്. ഇതെല്ലാം ഇനിയിപ്പോൾ കുറേ ആയിട്ട് നമ്മളെ നവോദയൻ്റെ ശിങ്കാരിമേള സംഘം ഉണ്ടായിരുന്നു. അത് ഞാനങ്ങ് ബാക്കിൽ നിൽക്കുന്നത് എങ്ങനെ നേരത്താരെടുത്തിട്ട് നിൽക്കുന്നത്. ശിങ്കാരി വേണം പഞ്ചാരി വേണം നമ്മൾ കഴിഞ്ഞിനി. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് നമ്മളെല്ലാവരും നാടകവും കാര്യങ്ങളും എല്ലാം പഠിച്ച് റിഹേഴ്സലെല്ലാം ചെയ്യൽ.
ഇപ്പം കുറേ ആയിട്ട് നാടകവും പരിപാടി അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ ഇവരെ സ്കൂൾ വാർഷികമായതുകൊണ്ട് ഒരു ചെറിയൊരു കോമഡി സ്കിറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ദിവസമായി നമ്മൾ വീട്ടിൽ നിന്ന് റിഹേഴ്സൽ നോക്കുന്നു. ഇപ്പോൾ എന്നിട്ട് ഇന്ന് ഫൈനൽ, ഇന്ന് രാത്രിയാണ് പരിപാടി. ഇതിൻ്റെ ഫൈനൽ റിഹേഴ്സൽ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എല്ലാവരും. ഇവിടെ ഒരു കൈവരിയിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ പണിയെടുക്കുന്നതിന് ഇതായിട്ട് ചെയ്തതാണ്. ഡോറ് ഇതെല്ലാം പോയിനേനും. ഇതെല്ലാം ഇപ്പം എന്തോ പഞ്ചായത്തിൻ്റെ കയ്യിൽ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ റിഹേഴ്സൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈകുന്നേരം സ്റ്റേജ് വന്ന് കാണാം ബാക്കി അല്ലേ. വൈകുന്നേരം സ്റ്റേജ് വന്ന് കാണാം. ഈ കളിച്ചെല്ലാം കിട്ടുമെന്നുള്ളത് നോക്കാം നമുക്ക്. അടിപൊളിയാക്കണേ. ആള് ചിരിച്ച് മറിയണം, കുടലെല്ലാം ചിരിച്ച് മറിയണം ആളെ ഞങ്ങളെ കോമഡി കണ്ടിച്ച്. നോക്കേ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആയി ഇങ്ങനെ കോമഡി സ്കിറ്റും കാര്യങ്ങളും നാടകമൊന്നും കളിക്കാത്തത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അംഗൻവാടിയാണ്. നമ്മളിവിടെ വാൻസലും റിഹേഴ്സലും കാര്യങ്ങളും കഴിഞ്ഞാൽ അംഗൻവാടിയിൽ നിന്ന് പിന്നെ നമുക്ക് ഉപ്മാവ്, ഉച്ചക്കാണെങ്കിൽ കഞ്ഞി, ആൻറ്റേച്ചി ഉണ്ടായിട്ടുണ്ട് നമ്മളെ. അപ്പോൾ ആൻറ്റേച്ചി കഞ്ഞി ഉപ്മാവെല്ലാം തരും റിഹേഴ്സലും പരിപാടിയും കാര്യങ്ങളും ചെയ്യുമ്പോൾ. എനിക്ക് ഓർമ്മയില്ല നമ്മളെ ചെറുപ്പത്തിൽ അമൃതേച്ചി, പ്രിൻസി, നമ്മളന്നേരം ഏച്ചി ഒന്നും വിളിക്കൂല. ആരല്ലോ ഇങ്ങനെ എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ നിതീഷ് നിന്നെക്കാട്ടിയും വയസ്സിലല്ലേ ഏട്ടാന്നല്ലേ വിളിക്കണ്ടേന്നല്ലോ. നമ്മളങ്ങനെ നമ്മളെ ഏട്ടൻ്റെ ആ വയസ്സുള്ളവർ നമ്മൾ ഏട്ടാന്ന് വിളിക്കല്ലോ, പേരെന്നെ വിളിക്കില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അമൃത എന്ന് പറഞ്ഞാൽ അമൃതേച്ചിയാണ്. എൻ്റെ ഏട്ടൻ്റെ എല്ലാം കൂടെ പഠിച്ചതാണ്. അപ്പോൾ അമൃത, പ്രിൻസി, പിന്നെ സുരഭി ചേച്ചീൻ്റെതായത്തെ, അങ്ങനെ എൻ്റെ ഏട്ടൻ ലില്ലി, രമില്, ജിഷ്ണു, അങ്ങനെ കുറേ ആളുണ്ട്. നമ്മളെ സഞ്ജു എല്ലാം രാഷ്ട്രീയത്തേക്ക് നമ്മളെ ടീമിൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ ആയി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ സ്കൂൾ വാർഷികം, നവോദയ ക്ലബിൻ്റെ വാർഷികം, ഇതിനെല്ലാം നമ്മൾ ഈ കോമഡി സ്കിറ്റും പരിപാടിയും കാര്യങ്ങളെല്ലാം ചെയ്യലുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഓണത്തിൻ്റെ അന്ന് ഒരു രാജാവിൻ്റെ സ്കിറ്റാണ്. അപ്പോൾ അതിന് നമ്മൾ തന്നെ വാളെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഈ അത് ഇതെല്ലാം മുറിച്ചിട്ട് കാർഡ് ബോർഡ് അങ്ങനത്തെ എല്ലാം. അപ്പോൾ ഞാനൊരു ദിവസം വാളിൻ്റെ അതിന് വൈകുന്നേരം വണ്ടീൻ്റെ താഴോട്ട് പോകുന്നത് ഭയങ്കര സൗണ്ടുമാണ്. അതിൽ നടക്കട്ടെ, ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കി എടുക്കാം. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം, അപ്പോൾ അന്ന് വൈകുന്നേരം പരിപാടിയാണ്, ഓണാഘോഷമാണ്. തിരുവോണത്തിൻ്റെ അന്നാണ് വൈകുന്നേരം കലാപരിപാടികൾ ഉണ്ടായി. അപ്പോൾ ഞാൻ അന്ന് വൈകുന്നേരം ഒരു രാജാവിൻ്റെ ഒരു കോമഡി സ്കിറ്റാണ്. ഞാൻ ബിജുവാടിനും എല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഞാനതിന് വാളാക്കലാണ്. ഞാൻ രാജാവിൻ്റെ വാള് ഒരു കാർഡ് ബോർഡല്ല, ഒരു സാധനമില്ലേ, വുഡും അല്ല, അങ്ങനത്തെ ഒരു സാധനം, അതിൻ്റെ അത് മുറിക്കലാണ് ഞാൻ. അപ്പോൾ എക്സോബ്ലേഡ് വെച്ച് മുറിച്ചിട്ടൊന്നും മുറിയുന്നില്ല. ഞാനപ്പോൾ എന്താക്കി ഞാനപ്പോൾ ഇത് കുറേ ഇതായിട്ട് കത്തിയാളിനെ കൊണ്ട് കൊത്തു നടക്കുക. എക്സോബ്ലേഡ് ഈ ടമ്പർ വെച്ച എക്സോബ്ലേഡാണ്. ഞാൻ ഒറ്റ കൊത്ത് എക്സോബ്ലേഡ് പൊട്ടി എൻ്റെ കണ്ണ് തെറിച്ച് പ്രശ്നം ഉണ്ടായില്ല. ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായില്ല. ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ എനിക്ക് 2 കാഴ്ച, ഒന്ന് ഇവിടെ ഒരു കണ്ണിൻ്റെ കാഴ്ചയും പിന്നെ 1, 2, അപ്പോൾ 3 കാഴ്ച, 3 ഇടയ്ക്ക് കാണും. ഇങ്ങനെ നടുക്കൊരു ഇത് വന്ന് നടക്കാം. അപ്പോൾ ഒരു പാട ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വന്നിട്ട് പിന്നെ അപ്പാട് എനിക്ക് കാണുന്നില്ല, കണ്ണ് ഇങ്ങനെ ഫുൾ ഡാർക്കായി. അപ്പാട് നേരെ വീട്ടിൽ പോയിക്കുമ്പോൾ അച്ഛനന്നേരം നവോദയൻ്റെ പ്രസിഡൻ്റാണ്. അച്ഛൻ ചന്ദ്രമാഷി സെക്രട്ടറി, അച്ഛൻ പ്രസിഡൻറ്റുമാണ്. അപ്പോൾ അച്ഛൻ അതിൻ്റെ തിരക്കിലുള്ളത്. അമ്മ വിളിച്ചു പറഞ്ഞ് അച്ഛൻ വന്ന് നേരെ ആശുപത്രി കൂട്ടി പോയി. തിരുവോണത്തിൻ്റെ അന്നല്ലേ, അന്ന് ഡോക്ടർമാർ എവിടെയില്ല. നേരെ വാസനായി കയറി പോയിരുമ്പോൾ വാസനായി കയറി പൂട്ടീന്. പിന്നെ കണ്ണൂരുള്ള പല ആശുപത്രികളിലും പോയി, എവിടെയും ഡോക്ടറില്ല. എന്നിട്ട് ഒരു വീട്ടിൽ പോയൊരു ഡോക്ടർ ചെറുങ്ങനെ മരുന്ന് വെച്ചിട്ട് പരിഹാരത്തേക്ക് കൊടുന്നു പറഞ്ഞു. പരിഹാരം പോയി. പരിഹാരത്തിൽ നിന്ന് കുറച്ച് ക്രീമെല്ലാം വെച്ചിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞാകുമ്പോൾ വാസന പോയിക്കോന്ന് പറഞ്ഞിട്ട് ആടെ നിന്ന് അങ്ങനെ വിട്ടു. അപ്പോൾ അന്ന് എൻ്റെ ചെണ്ടേൻ്റെ അരങ്ങേറ്റമാണ്, പഞ്ചാരി മരത്തിൻ്റെ അരങ്ങേറ്റം. ഞാൻ എൻ്റെ കണ്ണിങ്ങനെ ഈ മരുന്നെല്ലാം വെച്ച് കെട്ടിയിട്ടാണ് ഞാൻ മാഷൻ്റെ ശിവൻ മാഷ് അടുത്ത് നിന്നിട്ട് ഞാനിങ്ങനെ കണ്ണിങ്ങനെ കെട്ടിയിട്ടാണ് ഞാനന്ന് അരങ്ങേറ്റം കഴിച്ചത്. അന്ന് നമുക്ക് ആ കോമഡി സ്കിറ്റ് കളിക്കാൻ പറ്റിയില്ല. പിന്നെ അതിന് ശേഷം അടുത്ത വർഷവും ആ കോമഡി സ്കിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ വേറൊരു ഇതായിട്ട് അതും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 3ാമത്തെ കൊല്ലം നമ്മൾ ആ പ്രാക്ടീസ് ചെയ്തത് കളിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര നമ്മളൊരു കൂട്ടായ്മ, ഭയങ്കര ഒരു സന്തോഷവും പരിപാടിയിലുള്ള കാര്യമാണ് നമ്മൾ ഈ കോമഡി സ്കിറ്റ് ഇതെല്ലാം പറയുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ ചേട്ടാ ഒന്ന് പഠിപ്പിച്ചിരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മളെ സമയത്തിൻ്റെ എന്തെല്ലോ പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും രാത്രിക്ക് അങ്ങനെ നിന്നിട്ട് കുറച്ച് പഠിപ്പിച്ചു. അതൊക്കെ ഓക്കെയാണ്. ഇന്ന് വൈകുന്നേരം സ്റ്റേജിൽ നിന്ന് കാണാം ബാക്കിയല്ലോ. പിന്നെ വെച്ചാൽ അവരെ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ, ആരായാലും നമ്മളിത് സ്റ്റേജിൽ കയറുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾ മുന്നിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പേടിയാവും. അപ്പോൾ ഡയലോഗെല്ലാം തെറ്റും. പിന്നെ നമ്മളെല്ലാം കൈമുന്ന് ഇട്ടങ്ങ് ചെയ്യലാണ് കോമഡി സ്കിറ്റിന്. സ്ക്രിപ്റ്റ് വെച്ചിട്ടൊന്നുമല്ല നമ്മളങ്ങനെ കൂടുതലും ചെയ്യൽ. പിന്നെ വായി അനക്കുന്ന പിന്നെ മിമിക്സ് ബാലകളും അങ്ങനെല്ലാം ചെയ്യൽ. അപ്പോൾ ഇന്നിപ്പോൾ ഈ വാൻശാല കീഴിൽ പറയണം തോന്നി, അതുകൊണ്ട് പറയുന്നതാണ്. നമ്മളാ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചൊരു സ്ഥലമാണിത്, ഈ വാൻശാല നവോദയ കലാസമിതി. നമ്മളെ നാട്, നമ്മളെ നാട്ടുകാർ, നമ്മളെ ചന്ദ്രമാഷ് ഇല്ല, ചന്ദ്രമാഷ് മരിച്ചുപോയി. അപ്പോൾ ചന്ദ്രമാഷ്, അപ്പോൾ അങ്ങനെ കുറേ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് നമുക്ക്. നമ്മളെ ചണ്ടിയും സാധനങ്ങളെല്ലാം ഉള്ളിലുണ്ട് കേട്ടോ, കുറേയെല്ലാം
ഇത് കമ്പ്യൂട്ടർ അതാണ്ട ചെണ്ടേൻ്റെ കച്ച അങ്ങനത്തെ ഇങ്ങനത്തെയുള്ള ഇതൊന്നും ആരും ഇപ്പം ഇങ്ങോട്ടേക്കൊന്നും വരുത്തില്ല. അതാണ്ട് അതിൻ്റെ തെളിവാണ് നമ്മളെ വണ്ണാമ്പലകൾ. പല ഓർമ്മകളും പല ആൾക്കാരും നമ്മളെ മനസ്സിൽ വണ്ണാമ്പല കെട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പം ഇതെല്ലാം ഒന്ന് ഉഷാറാക്കണം എന്നെല്ലാം ഉണ്ട് നമുക്കെല്ലാവർക്കും. പിന്നെ എല്ലാവരും വിചാരിക്കാം ഇങ്ങനെ വണ്ണാമ്പല കെട്ടിയ കുറേ ഓർമ്മകളുണ്ട് കേട്ടോ നമ്മൾക്കെല്ലാം. വളരെ ചെറിയ വയസ്സേ കണക്കെല്ലാം ഉള്ളെങ്കിലും ഒരുപാട് കാലത്തെ ഏകദേശം ഒരു 40 വയസ്സിൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം പ്രധാന പങ്ക് നമ്മുടെ നാട്ടിനും പല സ്ഥലത്തും ഇല്ലാത്ത പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഓർമ്മിക്കുമ്പോൾ ഒരു ചിരിയോടെ നമുക്കതെല്ലാം ഓർമ്മിക്കാൻ പറ്റൂ. കണ്ടോ ഇത് നമ്മളെ റോഡിങ്ങനെ വന്ന് ഇതിപ്പോൾ ആക്കിയതാട്ടോ ഈ കൈവരി. ഇതോടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് അംഗൻവാടിയാണ്. നമ്മളെ തൊട്ടിട്ട് തന്നെ അംഗൻവാടി ഇല്ലേ. നമ്മൾ ഈ അംഗൻവാടി തന്നെയാണ് പഠിച്ചു വളർന്നല്ലോ. അപ്പോൾ നല്ലൊരു നൊസ്റ്റാൾജിയാണ്. അതിനപ്പുറത്തേക്ക് സെൻറ്റിമെൻസാണ്. പണ്ടിയിലൂട്ട അംഗൻവാടിയുടെ ഇങ്ങനെയൊന്നും അല്ലേനു അംഗൻവാടി. ഒരുപാട് മാറ്റേനു. റോഡ് പണി, ബസ് ഞാൻ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിവിടെ അംഗൻവാടി പഠിക്കുന്ന സമയത്ത് ആൻറ്റേച്ചിയും പ്രൈമ ടീച്ചറും ഉള്ളത്. നമ്മളെ വിനീഷേട്ടനില്ലേ, വിനീഷേട്ടൻ നമ്മളെ വീഡിയോ കാണിച്ച വിനീഷേട്ടൻ്റെ അമ്മയാണ് പ്രൈമ ടീച്ചർ. അപ്പോൾ പ്രൈമ ടീച്ചറെ അതാണ് സുജാതേച്ചിൻ്റെ വീട് കേട്ടോ. സുജാതേച്ചിൻ്റെ വീട്. അവിടെ നമ്മൾ വെള്ളം കുടിക്കാനെല്ലാം പോവാം. ഇത് തായൽ വിഷ്ണുവിൻ്റെ വീട്. ഇതിനപ്പുറമുണ്ട് രാധാകൃഷ്ണൻ്റെ മൂലക്കിലെ വീട്, സാവിത്രി വല്ലുമ്മേൻ്റെ രാധാകൃഷ്ണനല്ല. അപ്പോൾ അവിടെ നിന്ന് മോരുമ്പെള്ളം കിട്ടും. അപ്പോൾ ആടുന്ന് രാധാകൃഷ്ണൻ്റെ ആടുന്ന് മൂലക്കിലെ വീട്ടിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് മോരുമ്പെള്ളം കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വെറുതെയെങ്കിലും ഇങ്ങനെ ക്യാരംസ് ലീവലുള്ള ദിവസം ഇവിടെ ക്യാരം ബോർഡും കാര്യങ്ങളെല്ലാം കളിച്ച് നേരെ അപ്പുറം പോയിട്ട് മോരുമ്പെള്ളം കുടിക്കും. അല്ല പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പറയണമെന്നോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചില്ല. ഇങ്ങനെയുള്ള വന്നേരോ ഒരു അവസരം കിട്ടിയാൽ അങ്ങ് പറയുന്ന കേട്ടാ. ഇതെല്ലാം ചില കാര്യങ്ങൾ പറയാനുള്ള ഓരോരോ നിമിത്തങ്ങളുണ്ടല്ലോ, അത് കണക്ക് പറയുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ താഴെ റോഡാണ്, ഈ റോഡ് കാണിച്ചില്ലേ. അപ്പോൾ ഈ റോഡിൻ്റെ ഇവിടെ പണി നടക്കുന്ന സമയമാണ് നേരം. ഞാനന്നേരം കുഞ്ഞി അംഗൻവാടി പഠിക്കുന്ന സമയത്ത് പാൻതേച്ചിൻ്റെ ഇടാ എന്നിട്ട് ഒരു ഇഞ്ചും വണ്ടി ഇങ്ങനെ ഈ ടയർ ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ ഇതാക്കിയിട്ട് ഉറപ്പിച്ച് വന്ന ഇഞ്ചും വണ്ടിയില്ലേ, വലിയ ടയറിലുള്ള. അപ്പോൾ അതിൻ്റെ അകത്തൊരു കുമാരാട്ടൻ ഉണ്ടായിരുന്നു, ആ ഇഞ്ചും വണ്ടീൻ്റെ ഡ്രൈവർ. എന്നേരമല്ല ഞാൻ ഈ ചെറുപ്പത്തിൽ ചോദിച്ചാൽ എന്താവാനാണ് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവർ ആവണമെന്നല്ലേ പറയാം. അപ്പോൾ അങ്ങനെ ഇഞ്ചും വണ്ടിയിലെ കുമാരാട്ടനോട് ഭയങ്കര ആരാധന. വയ്യ ഉറപ്പിനും പോയേക്കളയാന്ന് വരെ തോന്നിപ്പോയി എനിക്ക് ആ സമയത്ത്. അതെല്ലാം ഒരു സമയം. ഇവിടുന്നേരം ഒരു മുരിങ്ങേൻ്റെ മരമുണ്ട്, ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഒരു മുരിങ്ങേൻ്റെ മരമുണ്ട്. അപ്പോൾ മുരിങ്ങേൻ്റെ ഇത് പണ്ടേ ഉള്ളതല്ല, ഇതെല്ലാം മാറിന്. പക്ഷേ മുരിങ്ങേൻ്റെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. മുരിങ്ങേൻ്റെ ഇല, മുരിങ്ങേൻ്റെ പൂവില്ലേ, എത്ര ആൾ ചെയ്യലുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോ. മുരിങ്ങേൻ്റെ പൂവ് വറുത്തിട്ട് ഇവിടുന്ന് പൊറുക്കിയിട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഇതാണ്ട വീണിച്ചണ്ട മുരിങ്ങേൻ്റെ പൂവ്. ഈ പൂവ് കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയിട്ട് അമ്മ വറുത്ത് തരും. അമ്മയോ വലിയ നേരങ്ങളിലോ നല്ല മുട്ട വറവില്ലേ, മുട്ട വറവ് പോലെ ഉണ്ടാവും. ഇവിടെ നല്ല മുരിങ്ങ ഇതുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഇതിൻ്റെ ബാക്കിലത്തെ സ്ഥലമെല്ലാം ഇപ്പം മണ്ണ് എടുത്തിട്ടുണ്ട്. ഇത് വരെയുള്ള സ്ഥലമാണ്, കുഞ്ഞാനോട്ടുള്ള സ്ഥലം. അപ്പോൾ ഇപ്പോൾ റോഡ് പണിക്ക് വേണ്ടിയിട്ട്, ഹൈവേക്ക് വേണ്ടിയിട്ട് റോഡ് പണി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ അപ്പുറത്തെ സൈഡും എല്ലാം റോഡ് മണ്ണെടുത്തു. ഇതെല്ലാം മണ്ണെടുക്കുക എന്ന് പറയുന്നത് അറിയില്ല, കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയില്ല മണ്ണെടുക്കുന്നതിനെ കുറിച്ചിട്ട്. പക്ഷേങ്കിൽ ആവശ്യത്തിന് എടുക്കുകയും വേണം, എന്നാലും അപകടം ഉണ്ടാകാനും പാടില്ല. ഇതെല്ലാം കാണാം. നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ പാവന്നൂരിൻ്റെ അങ്ങോളം വരെയുള്ളത് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചെന്നല്ല. ഞാൻ കുട്ടിയായത് കവിതേച്ചിക്കും ബിജുവാട്ടനും കുട്ടിയായത് ഒരു വീഡിയോയിൽ അറിയിക്കുക. നമ്മളെ വീഡിയോ അറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ആ ഒരു സന്തോഷം, എൻ്റെ പേഴ്സണൽ സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കുക എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വെച്ചാണ്. അപ്പോഴത്തേക്ക് ഇവരെ നാടകത്തിൻ്റെ ഇതായി, കോമഡി സ്കിറ്റിൻ്റെ ആ ഒരു സാധനം വന്നു. അങ്ങനെ എല്ലാം കൂടി ഒന്ന് പറയേണ്ടി വന്നു രാഷ്ട്രീയത്തിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കുട്ടീനെ ഒന്ന് കാണാൻ വേണ്ടി പോകണം. തണുപ്പ് പിടിച്ചുകൊണ്ട് എനിക്ക് അത്ര ധൈര്യമില്ല, അതാണ് വേറൊരു പ്രശ്നം. അപ്പോൾ നാളെ വേറെ വീഡിയോ